നമസ്കാരം ഗഡീസ്, നമ്മളിന്ന് പോകുന്നത് കൊമ്പനിലേക്കാണ്. കൊമ്പൻ്റെ വീഡിയോസ് കണ്ട് അഡിക്റ്റ് ആയി പോയത്. അത്രയേറെ വീഡിയോസാണ് അവരെ റീൽസ് വരുന്നത്. അപ്പോൾ നമ്മൾ കൊമ്പനിലേക്ക് അന്ന് പോകുന്നത്. കൊമ്പൻ്റെ എൻട്രൻസ് കണ്ടില്ലേ? അപ്പോൾ അതിലെ കണ്ടില്ലേ മണിച്ചിത്രത്താഴ്. എന്താ ഒരു ആംബിയൻസ്! അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു ഫീല്. നമ്മളിരുന്ന് ഫുഡ് കഴിക്കുന്ന ഏരിയ ഉണ്ടല്ലോ, അതിൻ്റെ ആംബിയൻസും ആ ഭക്ഷണത്തിൻ്റെ രുചി കൂട്ടും. അതാണ് ഇവരുടെ ടെക്നിക്ക്. എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ സൂപ്പറായിട്ടുണ്ട്. ആരായാലും അതിൻ്റെ പുറകെ പ്രവർത്തിച്ചവർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. കൊമ്പനിലൊക്കെ കയറുമ്പോൾ നമ്മളൊരു കൊമ്പൻ ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, അതാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പോത്തുംകാല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5 കാലായിരുന്നത്. അപ്പോൾ അത് നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഇരിക്കുകയാണ്, ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പോത്തുംകാല് നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വേറൊരു കൊമ്പനാണ്, റാസൽ കൈമയിലെ കൊമ്പൻ. പക്ഷേ ആ കൊമ്പനും ഈ കൊമ്പനായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. കൊമ്പൻ്റെ വെൽക്കം ഡ്രിങ്ക് വളരെ വെറൈറ്റി ആയിരുന്നു. ചെറിയൊരു ഗ്ലാസ്സിൽ ഒരു തണ്ണിമത്തൻ ജ്യൂസ്, ഇഞ്ചിയൊക്കെ ഇട്ടടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇഞ്ചുമോന് പിന്നെ വാട്ടർമെലൺ ജ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇഷ്ടമാണ്. അപ്പോൾ അവൻ്റെ ഗ്ലാസ്സിൽ വേഗം തീർത്തിട്ട് എൻ്റെ ഗ്ലാസ്സിലും കൂടി അവൻ തീർത്തു. അടുത്തതാണ് മോനെ നമ്മുടെ ഐറ്റം വരുന്നത്. മുതൽ വരുന്നുണ്ടല്ലേ, മൺചട്ടിയിൽ വെട്ടി തെളിച്ച് പുകയും പാരിച്ച് ആ വരവ് കണ്ടിട്ടുണ്ടെങ്കിലേ തൊട്ടപ്പുറത്തിരിക്കുന്ന ടേബിളിൽ എല്ലാവരും നോക്കിയിരിക്കായിരുന്നു. ഇത് എന്താ സംഭവം എന്ന്. തിളയ്ക്കാണ് കിടന്ന്, തിളച്ച് മറിയാണ്. പക്ഷെ പോത്തുംകാല് ഒരു 1.5 പോത്തുംകാല് അപ്പുറത്തിരിക്കുന്ന ടേബിളിൽ ഇരിക്കുന്നവരുടെ മേത്തിക്ക് വലിക്കുമ്പോൾ തെറിച്ച് പോകും. അപ്പോൾ ഇതൊരു പോത്തുംകാല് വിളമ്പുന്ന എല്ലാ റെസ്റ്റോറൻറ്റുകളുടെയും ഒരു അഭ്യർത്ഥനയാണ്, ഇത്രയും വലുതാക്കി കൊടുക്കല്ലേ പോത്തുംകാല്. അടിപൊളിയാണ് എന്തായാലും സംഭവം. നമുക്ക് എന്തായാലും 4 പേർക്ക് തീർക്കാൻ പറ്റില്ലത്. അപ്പോൾ അത് പാഴ്സലെടുത്ത് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ വീട്ടിലുണ്ടാക്കി പുട്ടിൻ്റെ കൂടെ അടിച്ചു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗ്രേവി കുറച്ചുകൂടി തിക്കായിരുന്നെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരുന്നു തന്നെ. എന്നാലും കുഴപ്പമില്ല. ഫുഡൊക്കെ നമ്മളപ്പോൾ വളരെ എൻജോയ് ചെയ്ത് കഴിച്ചു. പിന്നെ ബില്ലും അധികം കൂടുതൽ റേറ്റ് എന്ന് പറയാൻ പറ്റില്ല, മറ്റുള്ള ഹോട്ടലുകളെ കമ്പയർ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ന്യായമായ ബില്ലായിരുന്നു. കൊമ്പൻ്റെ അപ്പോൾ ബാക്കിയുള്ള വിഭവങ്ങൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരു വരവോടി വരേണ്ടി വരും എന്ന് പറഞ്ഞ് ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. നല്ല ഫുഡ് തേടി അലയുന്നവരുണ്ടെങ്കിൽ അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.